ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ഓഫ് ലിറ്റ്ഷ്യൂർ അക്കാദമി. ഇന്നത്തെ വീഡിയോയിൽ സെറ്റ് എക്സാം ഇംഗ്ലീഷ് പേപ്പറുമായി ബന്ധപ്പെട്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെക്ഷനാണ് നമ്മൾ ഡീൽ ചെയ്യുന്നത്. ജോൺ മിൽട്ടൻ്റെ ഏരിയോപെജിറ്റിക്ക എന്ന വർക്കിനെ പറ്റിയാണ് നമുക്ക് പറയാനുള്ളത്. ചരിത്രപരമായി വളരെ പ്രധാനപ്പെട്ട ഒരു വർക്കാണ്. സെറ്റ് എക്സാം ഇംഗ്ലീഷ് പഠനം എന്ന രീതിയിൽ നോക്കുമ്പോഴും ഒരുപാടേറെ പ്രാധാന്യമുള്ള ചോദ്യപേപ്പറുകളിൽ തുടർച്ചയായി വന്നിട്ടുള്ള ഒരു സെക്ഷൻ കൂടിയാണ്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായി ലിറ്റ്ഷ്യൂർ അക്കാദമി അടുത്ത വർഷം ജനുവരിയിൽ നടക്കാൻ പോകുന്ന, അതായത് അടുത്തതായിട്ട് ഇനി നടക്കാൻ പോകുന്ന കേരള സെറ്റ് എക്സാമിന് വേണ്ടിയിട്ടുള്ള റെഗുലർ കോഴ്സുകൾ ആരംഭിച്ചിട്ടുള്ള വിവരം എല്ലാ വിദ്യാർത്ഥികളെ അറിയിക്കുന്നു. ലിറ്റ്ഷ്യൂർ അക്കാദമിയുടെ സഹായത്തോടുകൂടി ഞങ്ങളുടെ പഠന മെറ്റീരിയൽ ആവശ്യമുള്ളവർക്ക്, ഞങ്ങളുടെ പഠന രീതി പിന്തുടരാൻ താല്പര്യമുള്ളവരൊക്കെ എത്രയും പെട്ടെന്ന് കോൺടാക്റ്റ് ചെയ്യുക. വീഡിയോയിലേക്ക് വരാം. ഏരിയോപെജിറ്റിക്ക എന്ന വർക്കിനെ പറ്റിയാണ് നമ്മൾ സംസാരിക്കുന്നത്. നമുക്കറിയാം, നമ്മൾ സെറ്റ് എക്സാമിന് എപ്പോഴും കാണുന്നൊരു ചോദ്യമാണ് ഒരു വർക്കിൻ്റെ മുഴുവനായിട്ടുള്ള ടൈറ്റിൽ എന്താണ്. താഴെ പറയുന്ന ഓപ്ഷനിൽ നിങ്ങൾ തിരഞ്ഞെടുക്കാൻ പറയും, അല്ലെങ്കിൽ സബ് ടൈറ്റിൽ ഏതാണ് എന്ന ചോദ്യം ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് എല്ലാ വർക്കിൻ്റെയും, പ്രത്യേകിച്ച് ഇതുപോലെയുള്ള ചരിത്ര പ്രാധാന്യമുള്ള വർക്ക്സിനെ പറ്റി പറയുമ്പോൾ, മിൽട്ടൻ്റെ കരിയർ പറയുന്ന സമയത്ത് ഒരിക്കലും ഒഴിച്ചുകൂടാനാവാത്തൊരു വർക്കാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള വർക്ക് വരുമ്പോൾ നമ്മളെപ്പോഴും അതിൻ്റെ മുഴുവൻ ടൈറ്റിൽ എന്താണ്, സബ് ടൈറ്റിൽ എന്താണ് എന്നൊക്കെ അറിഞ്ഞിരിക്കണം. ഫുൾ ടൈറ്റിൽ ഓഫ് ഏരിയോപെജിറ്റിക്ക ഈസ് എ സ്പീച്ച് ഓഫ് മിസ്റ്റർ ജോൺ മിൽട്ടൺ ഫോർ ദ ലിബർട്ടി ഓഫ് അൺലൈസൻസ്ഡ് പ്രിൻറ്റിംഗ് ടു ദ പാർലമെൻറ്റ് ഓഫ് ഇംഗ്ലണ്ട്. അപ്പോൾ അതിൽ തന്നെ ഈ ഒരു വർക്കിൻ്റെ കണ്ടൻറ്റ് എന്താണ് എന്നുകൂടി മനസ്സിലായിട്ടുണ്ടാവും. ഇതാർക്കാണ് അഡ്രസ്സ് ചെയ്തിരിക്കുന്നത് എന്നും അതിലുണ്ട്. ഇതൊരു സ്പീച്ചാണ് എന്നും മനസ്സിലാക്കാം. ഒരു സ്പീച്ചാണ്, ആൻഡ് ഇറ്റ് ഈസ് അഡ്രസ്ഡ് ടു ദ പാർലമെൻറ്റ് ഓഫ് ഇംഗ്ലണ്ട്, ആൻഡ് ഇറ്റ് ഈസ് റിഗാർഡിംഗ് ദ ലിബർട്ടി ഓഫ് അൺലൈസൻസ്ഡ് പ്രിൻറ്റിംഗ്. ജോൺ മിൽട്ടൺ ലൈസൻസ് ചെയ്യപ്പെടാത്ത, സെൻസർ ചെയ്യപ്പെടാത്ത പ്രിൻറ്റിങ്ങിന് വേണ്ടി, മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ഫ്രീഡം ഓഫ് എക്സ്പ്രഷന് വേണ്ടി എഴുതിയിട്ടുള്ള ഒരു കാര്യമാണ്, അല്ലെങ്കിൽ അതിനുവേണ്ടി നടത്തിയ പ്രസംഗമാണ്. അത് പബ്ലിഷ് ചെയ്യപ്പെട്ടതാണ്. പെട്ട രൂപത്തിൽ നമുക്ക് ഏരിയോപെജിറ്റിക്ക എന്ന രീതിയിൽ അത് പബ്ലിഷ് ചെയ്യപ്പെട്ടു എന്ന് പറയാം. മൂന്നാമത്തെ പോയിന്റ് നോക്കുക. ദിസ് ഈസ് എ പാംഫ്ലെറ്റ് പബ്ലിഷ്ഡ് ഓൺ 23 നവംബർ 1644. 1644 നവംബർ 23 പബ്ലിഷ് ചെയ്തിരിക്കുന്നു. To protest an order issued by the British Parliament in 1643 that made government approval and licensing mandatory for publication. അപ്പോൾ ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ അല്ലെങ്കിൽ ഫ്രീഡം ഓഫ് സ്പീച്ച്, സെൻസറിങ്, ഇതിനെപ്പറ്റിയൊക്കെ ഇന്നും പല രീതിയിലുള്ള ചർച്ചകളും വിവാദങ്ങളും സംവാദങ്ങളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. എല്ലാ കാലത്തും നടന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ബ്രിട്ടനിൽ നടന്നിട്ടുള്ള, മിൽട്ടൻ്റെ സമയത്ത് നടന്നിട്ടുള്ള സംവാദങ്ങളുടെ ഭാഗമായിട്ടുണ്ടായിട്ടുള്ള ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ഡോക്യുമെൻ്റാണ്. ഇദ്ദേഹം ഒരു സംഭവത്തിനെതിരെയാണ്, അല്ലേ, ഒരു ഓർഡർ ഇഷ്യൂ ചെയ്യുന്നു. ബ്രിട്ടീഷ് പാർലമെൻറ്റ് പബ്ലിക്കേഷൻ ചെയ്യണമെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ അപ്രൂവൽ വേണം എന്ന രീതിയിലുള്ള ഒരു ഓർഡർ ഉണ്ടാവുകയും അതിനെ പ്രൊട്ടസ്റ്റ് ചെയ്യാനാണ് ഇദ്ദേഹം ഇത് എഴുതിയത്. നമുക്കിതിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് പോവാം. Earlier, Milton's 4 pamphlets on divorce were suppressed following the disfavor from the censor board. അപ്പോൾ മിൽട്ടൺ നേരത്തെ ഒരുപാട് കാര്യങ്ങൾ എഴുതിക്കൊണ്ടിരുന്ന ആളാണ്. അദ്ദേഹത്തിന് ഡിവോഴ്സിനെ പറ്റി അദ്ദേഹം എഴുതിയിട്ടുള്ള 4 പാംഫ്ലെറ്റ്സുകൾ they were suppressed following the disfavor from the censor board. Milton argued for the freedom of speech and expression and opposed licensing and censorship. അപ്പോൾ ഇതിനെതിരെയാണ്, ഇതാണ് ഇദ്ദേഹത്തെ ഇത് എഴുതാൻ പ്രേരിപ്പിച്ച ഘടകം. അപ്പോൾ തൻ്റെ തന്നെ വർക്ക് പബ്ലിഷ് ചെയ്യാൻ പറ്റാതെ വരുന്നു, സെൻസറിങ്ങിന് വിധേയമാവുന്നു. അപ്പോൾ ഇഷ്ടമല്ലാത്തത് എന്തും സെൻസർ ചെയ്യാനുള്ള അധികാരം ഗവൺമെൻറ്റിന് പോകുന്നത് തടയാൻ വേണ്ടിയിട്ടാണ്, ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷന് വേണ്ടിയിട്ടാണ് ഇദ്ദേഹം ഇത് എഴുതുന്നത്. അപ്പോൾ ഈ ടെക്സ്റ്റിലെ വളരെ പ്രധാനപ്പെട്ട, വളരെ പോപ്പുലറായിട്ടുള്ള 2 വരികൾ കൂടി പറഞ്ഞുകൊണ്ട് നമുക്കിത് ഈ ക്ലാസ് അവസാനിപ്പിക്കാം. അവസാനത്തെ പോയിൻ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് നിങ്ങൾ നോക്കുക. ഗിവ് മീ ദ ലിബർട്ടി ടു നോ, to utter and to argue freely according to conscience above all liberties. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു കൊട്ടേഷനാണ്.
ഇത്തരത്തിലുള്ള കൊട്ടേഷൻ തന്നിട്ടും അത് ഏത് വർക്കാണ് എന്ന രീതിയിലും ചോദിക്കാറുണ്ട്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. മിൽട്ടൻ്റെ എറിയോപജിറ്റിക്ക എന്നൊരു വർക്കിനെ പറ്റി, അതിൻ്റെ സാഹചര്യം എന്താണ്, അതിൻ്റെ ടൈറ്റിൽ, അത് ഏത് സവിശേഷമായിട്ടുള്ള ഒരു കോണ്ടെക്സ്റ്റിലാണ് എഴുതപ്പെട്ടിട്ടുള്ളത്, അതിൻ്റെ ഉദ്ദേശം എന്താണ് എന്ന കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നോക്കിയിട്ടുള്ളത്. സെറ്റ് എക്സാം ഇംഗ്ലീഷ് സിലബസിനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു വർക്ക് കൂടിയാണ്. ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ, കൂടുതൽ കാര്യങ്ങൾ ഈ വർക്കിനെ പറ്റിയും ജോൺ മിൽട്ടനെ പറ്റിയും പഠിക്കണമെങ്കിൽ നിങ്ങൾ ലിറ്റ്ഷോർ അക്കാദമിയുടെ കോച്ചിങ്ങിൽ ജോയിൻ ചെയ്യുക. അടുത്ത സെറ്റ് എക്സാമിന് വേണ്ടിയിട്ടുള്ള റെഗുലർ ക്ലാസ്സുകൾ ഞങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. മുഴുവൻ സിലബസും അടങ്ങിയ PDF ക്ലാസ്സസ്, അതിനെ ബേസ് ചെയ്തിട്ടുള്ള വീഡിയോ ക്ലാസ്സുകൾ, ഓരോ യൂണിറ്റിനും യൂണിറ്റ് എക്സാമുകൾ, മോഡൽ എക്സാം, 10 വർഷത്തിലധികം വരുന്ന പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ അനാലിസിസ് ക്ലാസ്സുകൾ എന്നിങ്ങനെ ഒരുപാടേറെ കാര്യങ്ങൾ ചേർന്ന കോഴ്സാണ് ഞങ്ങൾ ഓഫർ ചെയ്യുന്നത്. താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും നൽകുന്ന നമ്പർ ഉപയോഗിച്ച് ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക, ഒപ്പം ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ, സംശയങ്ങൾ, ചോദ്യങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.